വയനാട്ടിലെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ട പ്രാതിനിധ്യം നൽകിയില്ലെന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് സമസ്ത രംഗത്ത് വന്നിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിലും അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഭൂരിഭാഗം വരുന്ന സ്ഥാനാർത്ഥികളിലും മുസ്ലിം പ്രാതിനിധ്യമില്ലാത്ത സ്ഥാനാർത്ഥികളെ പരിപൂർണമായി വെട്ടിനിരത്തിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നതെന്ന കടുത്ത വിമർശനം തന്നെയാണ് സമസ്ത വ്യക്തമാക്കിയിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റുകളിലാണ് ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് അർഹമായ പ്രാതിനിധ്യം നൽകിയില്ല, അതോടൊപ്പം മുസ്ലിങ്ങളെ മതേതര കോൺഗ്രസ് രണ്ടാം തരം പൗരന്മാരാക്കിയെന്നും കടുത്ത വിമർശനം സമസ്ത ഉന്നയിക്കുന്നുണ്ട്. ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ മൗലവി, സെക്രട്ടറി ദാരിമി വയനാട് എന്നിവരാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ച രംഗത്ത് വന്നിരിക്കുന്നത്. കടുത്ത ആരോപണം തന്നെയാണ് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലും അതോടൊപ്പം ജില്ലാ പഞ്ചായത്തുകളിലും വേണ്ട പ്രാതിനിധ്യം നൽകിയില്ല. ഷംഷാദ് മരക്കാർ, പൂതാടിയിലും വെള്ളമുണ്ടയിൽ യൂനസുമാണ് നിലവിൽ മുസ്ലിം പ്രാതിനിധ്യമുള്ള സ്ഥാനാർത്ഥികൾ. മറ്റുള്ളവരെല്ലാം വെട്ടിനിരത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ഇവർ നടത്തിയിരിക്കുന്നത്. നവമാധ്യമങ്ങളിൽ ഇവർ പോസ്റ്റ് ചെയ്ത പോസ്റ്റുകൾക്കെതിരെ കടുത്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിച്ച സമസ്ത തന്നെ രംഗത്ത് വന്ന ഒരു സാഹചര്യത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലും അട്ടിമറികൾക്കും സാധ്യതയുണ്ട്.